അത്രയും കാലയളവ് നമ്മൾ ഇടവമാസം എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ രാശിയിലും സൂര്യൻ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കാലയളവ് നമ്മൾ ഓരോ മാസങ്ങളായി പറഞ്ഞു വരുന്നു. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തിന് നമ്മൾ രവി സംക്രമം എന്ന് പറയും. 12 രവി സംക്രമങ്ങളോട് കലണ്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രവി സംക്രമം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. രവി സംക്രമത്തെ കുറിച്ച് വളരെ വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ കൂടി കണ്ടു മനസ്സിലാക്കുക. സൂര്യൻ ഏകദേശം 30 ദിവസം കൊണ്ട് ഒരു രാശി കടക്കുന്നതിനിടയിൽ രാശികൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര സമൂഹങ്ങളിലൂടെയും കടന്നുപോകും. ഇത്തരത്തിൽ അശ്വിനി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സൂര്യന്റെ ആ ഒരു കാലഘട്ടത്തെയാണ് ഞാറ്റുവേലകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 14 ദിവസമാണ്. അത് ദൈർഘ്യമേറിയത് തിരുവാതിര ഞാറ്റുവേലയുമാണ്. ഞായർ എന്നാൽ സൂര്യനാണ്. സൂര്യന്റെ വേളയാണ് ഞാറ്റുവേല. ഞായർ വേള എന്ന പദമാണ് ഞാറ്റുവേലയായി പരിണമിക്കുന്നത്. ഞാറ്റുവേലയെ കുറിച്ചും വളരെ വിശദമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് തീർച്ചയായും ആ വീഡിയോയിൽ കൂടി കണ്ടിരിക്കണം. വളരെ വിശദമായി ഞാറ്റുവേലയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതും കാണുക. സൂര്യൻ ഒരു വർഷം കൊണ്ട് രാശിചക്രത്തിലെ ഓരോ രാശിയിലെയും കടന്നു പോകുന്നത് പോലെ സൂര്യൻ എല്ലാ രാശിയിലെയും ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂമിയിൽ ഒരു പ്രശ്നം ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിക്ക് അഭിമുഖമായാണോ നിൽക്കുന്നത് ആ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരു സംഭവം നടക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്ന രാശി ഏതാണോ അതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. ജ്യോതിഷപ്രകാരമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയുള്ള 24 മണിക്കൂർ നേരത്തെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഭൂമിയിൽ ഇരവും പകലും സംഭവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ്. ഇത്തരത്തിൽ ഒരിടത്ത് നിൽക്കുന്നതായ സൂര്യനെ ഭൂമി ചുറ്റുന്ന സന്ദർഭത്തിൽ ഭൂമി സ്വയം അതിന്റെ അച്ചുതലിൽ തിരിയുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഈ ഒരു ഭ്രമണത്തിനിടയ്ക്ക് സൂര്യൻ വിവിധ രാശികളിൽ ഉദയം ചെയ്യുന്നു. തരത്തിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഭവം നടക്കുമ്പോൾ സൂര്യൻ ഏത് രാശിയിലാണ് അല്ലെങ്കിൽ സൂര്യന് അഭിമുഖമായി വരുന്ന രാശി ഏത് അങ്ങനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലഗ്നം കണക്കാക്കുന്നതിന് ഒന്നിലധികം വിദ്യകളുണ്ട്. അതിൽ ഒന്നാണ് ഉദയാൽഫലം അല്ലെങ്കിൽ അസ്തമയാൽഫലം ലഗ്നം കണക്കാക്കുന്ന രീതി. മറ്റൊരു രീതി ലഗ്നം ചിന്തിക്കേണ്ടതായ സ്ഥലത്തിന്റെ അക്ഷാംശവും രേഖാംശവും ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി ലഗ്നം കാണുന്ന രീതി. ഇത് പലപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്ന ഗണിക്കുന്ന ഒരു രീതിയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ലഗ്നം കണ്ടെത്തുന്ന ഈ ഒരു രീതി ഉദയാൽഫലം അസ്തമയാൽഫലം ലഗ്നം കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയിലും കൃത്യതയിലും ലഗ്നം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയില് ഉദയാൽഫലം അല്ലെങ്കിൽ അസ്തമയാൽഫലം എങ്ങനെയാണ് ലഗ്നം കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്. ഈ ഒരു പരമ്പരാഗത രീതി മനസ്സിലാക്കി വെച്ചിരുന്നാലും ലഗ്നം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഗണിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ മാത്രം ചെയ്യുന്നതാണ് ഉചിതം. കാരണം അവ കൂടുതൽ കാര്യക്ഷമമാണ്. നമ്മുടെ പരമ്പരാഗത രീതി ഉപയോഗിച്ച് ലഗ്നം കണക്കാക്കുമ്പോൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ ലഗ്നം കണക്കാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ് അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. ഈ ഒരു ദിവസത്തെ 12 രാശികളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു. രാശികളിൽ ഏത് രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലഗ്നം കണക്കാക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരു ദിവസം ഓരോ രാശിയും കടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയ ദൈർഘ്യത്തെയാണ് രാശി പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് ഓരോ പ്രദേശത്തിന്റെയും രാശി പ്രമാണങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. 2021 ഏപ്രിൽ 6-ാം തീയതി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള
ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എവിടെയാണ് തെറ്റ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 6:30-ലാണ് ലഗ്നം മാറുന്നത് എങ്കിൽ നമ്മൾ എടുക്കുന്ന രാശിപ്രമാണത്തിൽ ഒരു പക്ഷേ 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിപ്പോകും. ഇവിടെ ഒരു ഉദയത്തിൻ്റെതായിട്ടുള്ള ആ സമയ വ്യത്യാസത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയത്തിന് സെക്കൻഡുകളുടെ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസമുണ്ട്. കേരളത്തിൽ മുഴുവൻ നമുക്ക് ഏകദേശം ഉപയോഗിക്കാവുന്ന ഒരു രാശിപ്രമാണത്തിന്റെ പട്ടിക ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: 2021 ഏപ്രിൽ 6-ന് പുലർച്ചെ 7 മണിക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ലഗ്നം എന്താണ്? ഇവിടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ഉദയത്തിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഉദയാൻപരമാണ്. ഈ അസ്തമയത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ അസ്തമയാൻപരമാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഉദയാൻപരം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തിരുവനന്തപുരത്താണ് ഒരു കുഞ്ഞ് ജനിച്ചത് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നത് ഉദയത്തിന് ശേഷമാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദയം ആണ് എടുക്കേണ്ടത്. ഇനി വൈകുന്നേരമായിരുന്നു അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ അസ്തമയമാണ് എടുക്കേണ്ടിയിരുന്നത്. ഇവിടെ നമുക്ക് ഉദയം എടുക്കാം. ഇവിടെ ഉദയം എന്ന് പറയുന്നത് 6:17 അടുത്തതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഇത് ഏത് മലയാള മാസമാണ് എന്നതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത് മീനമാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനർത്ഥം ഈ ദിവസം ഉദയ സമയത്ത് സൂര്യന് അഭിമുഖമായി വരുന്ന രാശി മീനം രാശിയാണ്, അല്ലെങ്കിൽ മീനം രാശിയിലാണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യോദയ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതായ രാശി മീനമായതുകൊണ്ട് ഉദിക്കുമ്പോൾ ഉള്ള ഈ രാശിയെ നമ്മൾ ഉദയരാശി എന്ന് പറയും. അപ്പോൾ ഉദയരാശി എന്ന് പറയുന്നത് ഇവിടെ മീനമാണ്. ഇവിടെ നിന്നോട്ടാണ് നമുക്ക് ഈ രാശി പ്രമാണത്തിന്റെ ഉപയോഗം വരുന്നത്. ഉദയരാശി മീനമായതുകൊണ്ട് മീനം രാശിയുടെ രാശി പ്രമാണം എന്ന് പറയുന്നത് 4 നാഴികയും 18 വിനാഴികയുമാണ്. വിനാഴിക കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ മൊത്തം 258 വിനാഴികയാണ് മീനത്തിന്റെ രാശിക്രമം. ഈ 258 വിനാഴിക എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീനമാസത്തിന്റെ രാശിപ്രമാണം 4 നാഴിക 18 വിനാഴികയാണല്ലോ. ഒരു നാഴിക എന്ന് പറയുന്നത് 60 വിനാഴികയാണ്. അങ്ങനെയെങ്കിൽ 4 നാഴിക എത്രയാണ്? 6-4 24, 240 വിനാഴിക. അപ്പോൾ നമുക്ക് 4 നാഴിക എത്ര വിനാഴികയാണെന്ന് കിട്ടി? 240 വിനാഴിക. അതിനോടൊപ്പം 18 വിനാഴിക കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മൊത്തം വിനാഴിക 258 വിനാഴിക എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിയതാണ് ഇവിടെ ഈ വരിയിൽ മുഴുവനായിട്ട് കാണിച്ചിരിക്കുന്നത്. കണക്ക് കൂട്ടുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഴിക മാത്രമായിട്ട് എടുക്കുന്നത്. ഓരോ മലയാള മാസത്തിന്റെയും 1-ാം തീയതി മാത്രമേ ഇവിടെ തന്നിരിക്കുന്ന രാശി പ്രമാണം നാഴിക വിനാഴികയിലൂടെ പൂർണ്ണമായും സൂര്യൻ സഞ്ചരിക്കുന്നു. ഒരു മാസത്തിൽ നമ്മൾ പറഞ്ഞു ഏകദേശം 30 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ദിവസം കഴിയുമ്പോഴും ഉദയരാശിയുടെ രാശി പ്രമാണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്തിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉദയരാശി പ്രമാണത്തെ ഉദയരാശിയുടെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിക്കുക. ഇവിടെ ഉദയരാശിയുടെ പ്രമാണം 258 വിനാഴികയാണ്. ഉദയരാശി പറയുന്നത് മീനമാണ്. മീനത്തിന് കലണ്ടറിൽ നോക്കുമ്പോൾ 30 ദിവസമുണ്ട്. അപ്പോൾ 258-നെ 30 ദിവസം ഭാഗിക്കുമ്പോൾ ഒരു ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഒരു ദൈർഘ്യം നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് 8.6 വിനാഴിക എന്ന് ലഭിച്ചു. അതായത് സൂര്യൻ ഓരോ ദിവസവും 8.6 വിനാഴിക സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. ഓരോ മാസത്തിലും എത്ര തീയതികളുണ്ടോ അതുകൊണ്ട് ആ മാസത്തിലെ രാശി പ്രമാണം നാഴിക വിനാഴികയെ